നമസ്കാരം. ഇന്ന് നമ്മുടെ വീഡിയോ എങ്ങനെ നമുക്ക് ടാക്സ് സേവ് ചെയ്യാമെന്നുള്ളതാണ്. കുറെ ആൾക്കാർക്ക് അറിയാം, ഞാൻ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി അവർക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയാണ് വീഡിയോ. അറിയുന്ന ആൾക്കാർ സ്കിപ്പ് ചെയ്ത് പോവാം. അപ്പോൾ നമുക്ക് ഈ ടാക്സ് ഹാർവെസ്റ്റിംഗ് എന്നൊരു സംഭവം ഉണ്ട്, കേട്ടിട്ടുണ്ടായിരിക്കും. ടാക്സ് ഗെയിൻ ഹാർവെസ്റ്റിങ്ങും ടാക്സ് ലോസ് ഹാർവെസ്റ്റിങ്ങും. അപ്പോൾ ഞാൻ ഇതിനെ ലഘുവായിട്ട് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിൽ ഈ കൊല്ലം 2025 മാർച്ച് 31 മുമ്പ് ഒരു 10 ലാക്ക് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കാം. അപ്പൊ എന്ത് വേണം? ഈ കൊല്ലം നിങ്ങൾ 10 ലാക്കിന് 20% നിങ്ങൾ ടാക്സ് അടയ്ക്കണം. അത് ജൂലൈ 24 മുമ്പാണെങ്കിൽ 15%, ജൂലൈ 24 ശേഷം കിട്ടിയ ഗെയിൻ ആണെങ്കിൽ അതിന് നമ്മൾ 20% ടാക്സ് അടയ്ക്കണം. അതായത് 10 ലാക്കിന് 20% പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 ലാക്ക് നമ്മൾ ടാക്സ് അടയ്ക്കണം. അതായത് നമുക്ക് കിട്ടുമ്പോൾ, ശമ്പളം കിട്ടുമ്പോൾ ഒരു ടാക്സ് അടയ്ക്കുന്നുണ്ട്, നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിനും ടാക്സ് അടയ്ക്കുന്നുണ്ട്. ഇതിന് പുറമെ നമുക്ക് കിട്ടുന്ന ഈ ലാഭത്തിനും നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് അടയ്ക്കണം. അപ്പോൾ ഇതെങ്ങനെ ഒഴിവാക്കാന്ന് വിചാരിച്ചാൽ, ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ 10 ലാക്ക് പ്രോഫിറ്റ് നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ നമ്മൾ ഈ സങ്കല്പിക്കുക ലെഫ്റ്റ് സൈഡിലുള്ളത്. ഇപ്പുറത്തെ സൈഡിൽ ഒരു 20 ലാക്കിന്റെ സ്റ്റോക്സ് ഹോൾഡിംഗ് ഉണ്ടായിരുന്നു. അതിൽ നിങ്ങൾക്ക് 10 ലാക്ക് ഇമോഷണൽ ലോസ് എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ മാർക്കറ്റിലൊക്കെ എല്ലാവരും പറ്റിക്കപ്പെടുന്നു, പേടിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഇന്ന് മാർക്കറ്റ് ഇടിഞ്ഞു, ഇത്രയും ആൾക്കാർക്ക് നഷ്ടം വന്നു. ശരിക്കും നഷ്ടം വന്നതല്ല, അവരുടെ മൂല്യത്തിൽ കുറവ് വന്നു. നാളെ മാർക്കറ്റ് കയറുമ്പോൾ തിരിച്ചു കയറും. അപ്പോൾ നിങ്ങൾക്ക് ഈ കൊല്ലം ഒരു 10 ലാക്കിന്റെ എമൗണ്ട് നിങ്ങൾക്ക് ലോസ് ഇരിക്കുകയാണ്, നിങ്ങൾ സെല് ചെയ്തിട്ടില്ല. അപ്പൊ ഇവിടെ വെച്ചാൽ 10 ലാക്ക് പ്രോഫിറ്റ് ഉണ്ട്. അതിന് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ ലോസിലുള്ള ഇമോഷണൽ ലോസിന് എന്ത് ചെയ്യുക? നിങ്ങൾ മാർച്ച് മാസം തന്നെ സെല് ചെയ്ത് കളയാം. അപ്പോൾ എന്തായി? 10 ലാക്ക് പ്രോഫിറ്റും 10 ലാക്ക് നിങ്ങൾക്ക് ലോസ് പോയി. അത് 1 ലാക്കോ 2 ലാക്കോ എങ്ങനെ വേണേ ആവട്ടോ. ഞാൻ ജസ്റ്റ് കമ്പയർ ചെയ്ത് മാത്രം, ജസ്റ്റ് എക്സാമ്പിൾ പറയാൻ വേണ്ടി, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതെന്ത് ചെയ്യാൻ തിരിച്ച് നിങ്ങൾ 10 ലാക്കിന് വിറ്റ് കളഞ്ഞ ആ സ്റ്റോക്കുകൾ തിരിച്ച് ബൈ ചെയ്യാം. ആ ലോസിന് താഴേക്കോ പരമാവധി ഏറ്റവും താഴെ വാങ്ങാൻ നമുക്ക് ഉപകാരമായി. ഏതെങ്കിലും ദിവസങ്ങളിൽ മാർക്കറ്റ് കുറച്ച് താഴെ പോവുകയാണെങ്കിൽ തിരിച്ചു വാങ്ങാം. അപ്പോൾ നിങ്ങളുടെ എന്തുണ്ടായി? നമുക്ക് ഈ കൊല്ലം പ്രോഫിറ്റും ലോസും വന്നു, 0 ആയി പോയി നിങ്ങളുടെ. ഇതിപ്പോ നിങ്ങൾ ഒരു 5 ലാക്ക് നിങ്ങൾക്ക് ലാഭം ഉണ്ടായിരുന്നു, ഒരു 2 ലാക്ക് കുറച്ച് സ്റ്റോക്ക് നഷ്ടമുണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യാം? ആ 2 ലാക്കിന്റെ സ്റ്റോക്ക് സെല് ചെയ്ത് കളയുക, എന്നിട്ട് തിരിച്ചു വാങ്ങാം. തിരിച്ചു വാങ്ങുമ്പോണ്ടാവും ഇവിടെ നമ്മൾ ലോസ് ബുക്ക് ചെയ്തു. അപ്പോൾ 5 ലാക്ക് ലാഭമുള്ള ആൾക്ക് 2 ലാക്കിന്റെ ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 3 ലാക്കിന് ടാക്സ് അടച്ചാൽ മതി. അപ്പോൾ ഇതിനുപരി രണ്ടാമതൊരു കാര്യമായിട്ട് നമുക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ആണെങ്കിൽ, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് 1,25,000 നമുക്ക് എന്തുണ്ട്? എക്സംഷൻ ഉണ്ട്. അപ്പോൾ അതും നമുക്ക് ഇതിൽ നോക്കാം. നമുക്കത് ചോദിക്കാം ആൾക്കാരോട് ചോദിച്ചിട്ട്. ഈ ആരാണ് നിങ്ങൾ ഇതൊന്നും ഒറ്റയ്ക്ക് ചെയ്യുന്ന ആൾക്കാരല്ല ആയിരിക്കാം, മേ ബി നിങ്ങൾ ഒരു CA കാരനോടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചിട്ട് ആ രീതിയിൽ നിങ്ങൾക്ക് ടാക്സ് നിങ്ങൾക്ക് സെറ്റ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കാരണം പല ആൾക്കാരും എന്ത് ചെയ്യും? അത് ലാഭമുള്ളത് മാത്രം ഈ പോലെ വിറ്റു, അതിന് ടാക്സ് അടയ്ക്കും. അപ്പൊ അടുത്ത പോലത്തേക്ക് നമുക്ക് ഉപകാരപ്പെടില്ല. അതിനും നല്ലൊരു മാർഗ്ഗമാണ് ഇപ്പൊ നമ്മൾ വിറ്റ് കളയുക, തിരിച്ചു വാങ്ങുക. അപ്പൊ നമ്മുടെ ആ ഒരു പ്രോബ്ലം നമുക്ക് ഒഴിവാകും. അപ്പൊ ഇതിനെ പറയുന്ന പേരാണ് ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ആർക്കും വേണമെങ്കിലും ചെയ്യാൻ പറ്റും. നമ്മുടെ പിന്നെയുള്ള കാര്യമാണ് നമ്മുടെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസും. ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ നമ്മുടെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ആയിട്ട് മാത്രമേ നിങ്ങൾക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഓപ്പോസിറ്റ് സൈഡ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ്, ആ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് നിങ്ങളുടെ ലോങ് ടൈം ഓർ ഷോർട്ട് ടൈം ഗെയിൻ ആയിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. ഇത് ഞാനിങ്ങനെ പറയുമ്പോൾ സിമ്പിളാണ്, പക്ഷെ എന്നിരുന്നാൽ കൂടി നിങ്ങളൊരു എന്താ പറയാ, ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ ഒരു CA കാരനെയാണ് നിങ്ങൾ കണ്ട് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആരാണെങ്കിൽ ഓഡിറ്റർ ആരാണ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അവരോട് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടി അഡ്വൈസ് കിട്ടും. ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാൻ പറ്റാവുന്ന ഒരു കാര്യം പറഞ്ഞു മാത്രം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക, നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ ഇതേമാതിരിയുള്ള എനിക്കറിയാവുന്ന ടിപ്സും അതേമാതിരി അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ ഇതിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാം.